എസ്ഐന് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്ടാണ്. മഴ ഏറ്റവും അധികം കല്ലുതുള്ളിയ മറ്റൊരു ജില്ലയാണ് കോഴിക്കോട്. കഴിഞ്ഞ ദിവസം ഉറുമി നദിയിലടക്കം മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം സ്ക്രീനിൽ അനഘ ഹർഷൻ നിൽക്കുന്നിടത്തും നല്ല വെള്ളക്കെട്ടാണ്. അനഘ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ ഈ വെള്ളപ്പാച്ചിലിൽ ഒരു മുള്ളൻ പന്നി വരെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കോഴിക്കോട് നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് നിലവിൽ അവിടെയുള്ള മഴ സാഹചര്യം? രാവിലെ മഴ പെയ്യുകയാണോ? ഈ വെള്ളക്കെട്ടൊക്കെ ഒന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? എന്താണ് കോഴിക്കോടുള്ള മഴ സാഹചര്യം? അശ്വതി, കോഴിക്കോട് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ തന്നെയാണ്. മലയോര മേഖലകളിലുമൊക്കെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിന്റെ നഗര ഹൃദയഭാഗത്താണ്, കോട്ടൂളി ഭാഗത്താണ്. ഇവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ആ റോഡിന്റെ ഒരു സാഹചര്യമാണ് ഇവിടെ മുഴുവൻ ഒരു മുട്ടറ്റം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശത്തെ കടയ്ക്കുള്ളിലേക്കൊക്കെ തന്നെ വെള്ളം ഇതിനോടകം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് 2-3ഓളം വീടുകളുണ്ട്. ഈ വീടിന് അകത്തേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇനിയും ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ ഈ പ്രദേശത്തേക്ക് ഒരു വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. നഗരത്തിൽ ഇത് ഏതെങ്കിലും ഒരു മഴക്കാലത്ത് മാത്രം കാണുന്ന കാഴ്ചയല്ല. എല്ലാ മഴക്കാലത്തും ഈ കോട്ടൂളി ഭാഗത്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് അല്പം ഇന്നലെ മുതൽ ഇന്ന് വരെ പെയ്തിട്ടിരിക്കുന്ന മഴയിൽ തന്നെ ഇത്രയധികം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇനിയും അല്പസമയം കൂടി ഈ മഴ ഇതേ രീതിയിൽ സമാന രീതിയിൽ തുടരുകയാണെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. മറ്റൊന്ന്, കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തേക്കുള്ള ചുരത്തിലേക്കുള്ള വയനാട്ടിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലുള്ള ഈ റിസോർട്ടുകളും മറ്റും അടച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിലങ്ങാടാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ജാഗ്രത തുടർന്ന ഒരു സ്ഥലം കൂടിയാണ് വിലങ്ങാട്. ഈ വിലങ്ങാട് പ്രദേശത്തെ ആളുകളെയൊക്കെ തന്നെ ഈ ഭാഗത്ത് നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ഇതിൽ 374 പേർ ഈ വിവിധ സ്കൂളുകളിൽ തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. എന്തായാലും മലയോര മേഖലകളിലാണ് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നും ഈ വിലങ്ങാട് സംബന്ധിച്ച് ഒരു യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ഒക്കെ തന്നെ ഈ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. പുഴയോരത്ത് താമസിക്കുന്ന ആളുകളെയും അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ റോഡ് മുഴുവനായും മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തെയല്ല, നഗരത്തെ പല ഭാഗത്തും ഇതേ സാഹചര്യം തന്നെയാണ്. ഈ രീതിയിൽ റോഡ് മുങ്ങിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്പം മുമ്പൊക്കെ തന്നെ പിന്നീട് ഇവിടെ എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്തെ ആളുകളും നാട്ടുകാരും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ കഴിഞ്ഞ 48 വർഷമായി CPM-ന്റെ നിയന്ത്രണത്തിലുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ ഓട ശുചീകരണം അടക്കം കൃത്യമായി നടന്നിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് നഗരഹൃദയത്തിൽ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ മുട്ടറ്റം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഇവിടെ മഴ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരുപക്ഷെ ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകും. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകളെയും രോഗികളുമായി പോകുന്ന ആംബുലൻസിനെയും ഒക്കെ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. കൃഷ്ണരാജ്, അശ്വതി.